ഹായ് ഫ്രണ്ട്സ്, റോസ് ഫ്ലവർ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നാലാമത്തെ മെത്തേഡാണ് റോസ് ഫ്ലവറിൻ്റെ. ഇപ്പോൾ ഇതിനും നമ്മൾ ഫിനിക്സ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഫിനിക്സ് പേപ്പറിൽ നിന്ന് ഇതൾ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൾ കട്ട് ചെയ്യുമ്പം ഒരു 8 ഇതളുകൾ ഒരേ വലുപ്പത്തിലും പിന്നെ ഒരു 5 ഇതൾ വേറെ വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് 8 സെൻറ്റിമീറ്റർ നീളത്തിലും 2.5 സെൻറ്റിമീറ്റർ വീതിയിലുള്ള കുറച്ച് ഇതൾ കട്ട് ചെയ്തെടുക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ 8 ഇതൾ കട്ട് ചെയ്തെടുക്കുക. അതുകൂടാണ്ട് 10 സെൻറ്റിമീറ്റർ നീളത്തിലും 2.5 സെൻറ്റിമീറ്റർ വീതിയിലും 5 ഇതളും കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇതളുകൾ എടുക്കണം. അതിനൊരു ഇറുക്കിളി എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഫില്ലർ എടുത്തിട്ടോ അതിൻ്റെ ഏറ്റവും കൂർത്ത ഭാഗം ബാക്ക് സൈഡിലേക്ക് നന്നായിട്ടൊന്ന് ചുരുട്ടി കൊടുത്തിട്ട് നമ്മൾ തള്ളവിരലുകൊണ്ട് 2 സൈഡിൽ നിന്നും നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഒരു ചുരുങ്ങിയ ഒരു ആകൃതിയിൽ നമുക്ക് കിട്ടും. എന്നിട്ട് പിന്നെ ആ ഇതളിൻ്റെ നടുക്കുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുമ്പം ആ ഇതളിന് വേണ്ടിയിട്ടുള്ള ഷേപ്പിൽ വരും. ഇങ്ങനെ എല്ലാ ഇതളുകളും നമ്മൾ ഇതുപോലെ ഇറുക്കിളി വെച്ചിട്ട് ചുരുട്ടി കൊടുക്കണം. കട്ടിങ്ങൊക്കെ സിമ്പിൾ ആയതുകൊണ്ടാണ് കട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. മെഷർമെൻറ്റ് മാത്രം പറഞ്ഞു പോയത് അതുകൊണ്ടാണ്. നമ്മൾ ഇതളുകൾ ചുരുട്ടി കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ നടുക്കുന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഒരാകൃതി വരുത്തിയിട്ടുണ്ട്. അതുകൂടാണ്ട് എല്ലാ ഇതളും ചെയ്ത ശേഷം എല്ലാം ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് നടുക്കുന്നൊന്ന് വലിച്ചിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. നേരത്തെ നമ്മൾ ചെയ്തപ്പം ഇതുപോലെ റെഡി ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ഇപ്പോൾ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള ഇതളുകളെല്ലാം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ഒരു ഇറുക്കിളിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്പിയിലേക്കോ നമുക്ക് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇതളെടുക്കുക. അതിന് നന്നായിട്ട് ഇതുപോലെ അതിൻ്റെ അറ്റം ഒരു റൗണ്ടിൽ ഏകദേശം ഒരു റൗണ്ടിൽ വരുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇറുക്കിളിലേക്ക് കവർ ചെയ്ത് കൊടുക്കുക. ഇറുക്കിൾ കാണരുത്, ഇറുക്കിളിൻ്റെ തുമ്പത്ത് ഇറുക്കിൾ കാണാത്ത രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നൂലെടുത്തിട്ട് കെട്ടി കൊടുക്കണം. അപ്പോൾ നൂലെടുത്ത് കെട്ടി കൊടുക്കുമ്പോൾ ഇത് ബേസാണ്, ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് തന്നെ കെട്ടണം. ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം അറേഞ്ച് ചെയ്യണ 4 ഇതളുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നടുക്കുള്ള ഇതളുകളായിരിക്കും. അപ്പോൾ അതിനെ നന്നായിട്ടൊരു ഒതുക്കി വെച്ച രീതിയിൽ അടുപ്പിച്ച് തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് വരുന്ന ഇതളുകളെയാണ് നമ്മൾ വിടർത്തി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 ലെയർ നമ്മൾ നന്നായിട്ട് അടുപ്പിച്ച് തന്നെ വെച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ 8 ഇതളുകളും 2 ലെയറായിട്ട് നന്നായി അടുപ്പിച്ച് നമ്മൾ വെച്ചു. ഇനി അതിന് ശേഷം ലാസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ള 5 ഇതളുകൾ വെക്കുകയാണ് ഇനി. അപ്പോൾ അതെങ്ങനെയാണ് വെക്കണതെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ ചുരുണ്ട് നിൽക്കുന്ന ഭാഗം ഉള്ളിലേക്കായിട്ടാണ് നമ്മൾ വെച്ചത്. ഇനി വെക്കുന്നത് പുറത്തേക്കായിട്ട് വെക്കുക. ചുരുണ്ട് നിൽക്കുന്ന ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഇനിയുള്ള 5 ഇതളുകളും വെക്കേണ്ടത്. അത് വലിയ ഇതളുകളാണ്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ളതെല്ലാം ഉള്ളിലേക്ക് വന്നപ്പം ഇത് പുറത്തേക്കാണ് നമ്മൾ വെച്ചത്. ഫ്ലവർ കംപ്ലീറ്റ് ആയ ശേഷം അതിൻ്റെ താഴെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗ്രീൻ ഫിനിക്സ് പേപ്പർ എടുത്തിട്ട് അറ്റം കൂർപ്പിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് പശ തേച്ചിട്ട് ഫ്ലവറിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ സാധാരണ റോസ് ഫ്ലവറിന് ചെയ്യുന്ന ലീഫ് തന്നെയാണ് ചെയ്തത്.
കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറ്റം ഒരു കട്ടിങ്ങുള്ള ലീഫ് കാണിച്ചിരുന്നത് അത് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻസ് ആയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു.